സാറേ, ഒരു കത്തുണ്ട്. സാറൊന്ന് ലീവാണോ? പ്രിയപ്പെട്ട സുധി, ഈ മാസം 10-ാം തീയതി ഞാൻ നാട്ടിലേക്ക് തിരികെ എത്തുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ണിയും കൂട്ടി സുധി എത്തണം. ഒരു തരത്തിൽ ഇതൊരു ഒളിച്ചോട്ടമായിരുന്നു. എല്ലാ വിവരങ്ങളും ഞാൻ നേരിൽ പറയാം. നമ്മുടെ ആ പഴയ സൗഹൃദത്തിലേക്ക് ഒരിക്കൽ കൂടി തിരികെ നടക്കണം എന്ന് നിങ്ങളുടെ വിനയേന്ദ്രൻ മാഷ്. മാഷ് ആവശ്യപ്പെട്ടതുപോലെ 10-ാം തീയതി റെയിൽവേ സ്റ്റേഷനിൽ ഞാനുണ്ടാകും. പക്ഷേ നമ്മുടെ ഉണ്ണി, അവനെ കൊണ്ടുവരുവാൻ എനിക്കാവില്ലല്ലോ മാഷേ. ഒലിപ്പുറം ലെവൽ ക്രോസ് ഭാഗത്തു നിന്നാണ് വന്നത്. ചാക്കോച്ചി, നമുക്ക് ഈ വിഷയം പിന്നീട് സംസാരിക്കാം. ദേ മാഷ് വന്നു. മാഷേ. സുധി, ഉണ്ണി വന്നില്ലേ? ഉണ്ണി പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നു മാഷേ. രൂപത്തിലും ഭാവത്തിലും അല്ല മാഷ് ആളാകെ മാറിയല്ലോ. നമുക്ക് പോവാൻ സുധി. മാഷ് ഇവിടെ വിട്ട് പോയിട്ട് ഇന്നേക്ക് 7 വർഷം. എന്തിനായിരുന്നു മാഷേ ഇങ്ങനെ വിളിച്ചോട്ടം? ഉണ്ണിയൊന്നും പറഞ്ഞില്ലേ? ഉണ്ണിയൊന്നും പറഞ്ഞിരുന്നില്ല മാഷേ. ശങ്കരേട്ടൻ കാരണമാണ് അവൻ ആ ദുരിതമുണ്ടായത്. അന്നത്തെ സംഭവത്തോടുകൂടി ശങ്കരേട്ടൻ ആകെ തകർന്നുപോയി. എന്നെ കാണുമ്പോഴൊക്കെ വല്ലാതെ വിഷമിക്കും. നമുക്ക് പോകണം മാഷേ ഉണ്ണിയുടെ വീട് വരെ. ശങ്കരേട്ടാ. ആ, വിനേന്ദ്രൻ മാഷോ? എത്ര നാളായി മാഷെ കണ്ടിട്ട്? ഇത്രയും കാലം എവിടെയായിരുന്നു? കാസർഗോഡായിരുന്നു ശങ്കരേട്ടാ. ഒരേടെ സ്കൂളിൽ അധ്യാപനായിരുന്നു കഴിഞ്ഞ 7 വർഷക്കാലം. ലക്ഷ്മിയുടെ ശങ്കരേട്ടാ, അവളിവിടെ ഇല്ലേ? അവളിവിടെ ഇല്ല മാഷെ. അവളൊരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് പോയിരിക്കുകയാണ്. അവളുടെ വരുമാനം കൊണ്ടാണ് ഇപ്പോഴും ഈ വീട് കഴിഞ്ഞു പോകുന്നത്. അവളുടെ വിവാഹം കഴിഞ്ഞോ ശങ്കരേട്ടാ? 7 വർഷങ്ങൾക്ക് മുമ്പേ അത് നടക്കേണ്ടതായിരുന്നു. ഇപ്പോഴും ആലോചനകൾ വരുന്നുണ്ട്. അന്ന് സംഭവിച്ച ആ ദുരന്തം എൻ്റെ മോളുടെ വിവാഹം മുടക്കി. അന്ന് ഞാൻ കാരണം എൻ്റെ ഉണ്ണി, ഞാൻ അവനോട് ഒരുപാട് ശാപവാക്കുകൾ പറഞ്ഞു. എല്ലാം എൻ്റെ അന്നേരത്തെ മനോവിഷമത്തിലായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് കുറച്ച് പണമാണ് ശങ്കരേട്ട. ഇത് വാങ്ങി. ഇത് ഉണ്ണി തന്നാണെന്ന് കരുതാൻ മതി. മാഷ് ഓർക്കുന്നുണ്ടോ നമ്മൾ പതിവായി കാണാറില്ല 7 വർഷങ്ങൾ? 7 വർഷങ്ങളായി മാഷേ എൻ്റെ ഈ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടിട്ട്. സുധി, ഉണ്ണിക്ക് എന്താണ് സംഭവിച്ചത്? സൗഹൃദം പൂത്തുലഞ്ഞൊരാ സ്നേഹനാളുകൾ തേടി നാം
കൈകളിൽ കൈകൾ കോർത്തു നാം അന്നു പോയൊരാ മൺവഴി. സൗഹൃദം പൂത്തുലഞ്ഞൊരാ സ്നേഹനാളുകൾ തേടി നാം. കൈകളിൽ കൈകൾ കോർത്തു നാം അന്നു പോയൊരാ മൺവഴി. ഓർമ്മതൻ പൂച്ചൊരിയും പ്രാണനിൽ തേൻ മധുരം. ഓർമ്മതൻ പൂച്ചൊരിയും പ്രാണനിൽ തേൻ മധുരം. ദൂരെയൊരു തീരം തന്നിൽ അണയാമിനിയും തണലുകൾ തേടിയിടാം. സൗഹൃദം പൂത്തുലഞ്ഞൊരാ സ്നേഹനാളുകൾ തേടി നാം. കൈകളിൽ കൈകൾ കോർത്തു നാം അന്നു പോയൊരാ മൺവഴി. സായന്തനങ്ങൾ ചിറകുകൾ വീശും പൂമരച്ചോട്ടിൽ നാം ഇരുന്നു. ഒരു സ്നേഹതാരം ചൊരിയും പ്രകാശം പൊലിയാതെ കാക്കും നമ്മളെന്നും. സ്നേഹമായി തൊട്ടു ആമലക്കാലം ആർദ്രമായി പാടി നമ്മളാകാനം. കാലമും മായാവനിയിൽ വിരിയാനുണരും മലരുകളായി സൗഹൃദം പൂത്തുലഞ്ഞൊരാ സ്നേഹനാളുകൾ തേടി നാം. കൈകളിൽ കൈകൾ കോർത്തു നാം അന്നു പോയൊരാ മൺവഴി. സൗഹൃദം പൂത്തുലഞ്ഞൊരാ സ്നേഹനാളുകൾ തേടി നാം. കൈകളിൽ കൈകൾ കോർത്തു നാം അന്നു പോയൊരാ മൺവഴി. ഓർമ്മതൻ പൂച്ചൊരിയും പ്രാണനിൽ തേൻ മധുരം. ഓർമ്മതൻ പൂച്ചൊരിയും പ്രാണനിൽ തേൻ മധുരം. ദൂരെയൊരു തീരം തന്നിൽ അണയാം തണലുകൾ തേടിയിടാം. സൗഹൃദം പൂത്തുലഞ്ഞൊരാ സ്നേഹനാളുകൾ തേടി നാം. കൈകളിൽ കൈകൾ കോർത്തു നാം അന്നു പോയൊരാ മൺവഴി. രണ്ടുപേർക്കും ഒരു ചായ എടുക്കട്ടെ? ശരി ചന്ദ്രമാമൻ, അപ്പം ഇറങ്ങട്ടെ. ചായ കുടിച്ചിട്ട് പോ. ഓ ഇപ്പം വേണ്ട. ശരി ശരി. താങ്ക്സ്. ആ ഉണ്ണി, ഇപ്പം ഇവിടെ ഇരുന്നാൾ പോയോ? എന്നായത് നിങ്ങൾ കുടിക്കേ. ആദ്യം ചായ കുടിക്കേ. ചന്ദ്രമാമയുള്ളത് കൊണ്ട് മാഷിന്റെ ഭക്ഷണകാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലേ? അച്ഛൻ്റെ കാലം മുതലുള്ള ആളല്ലേ. ആരാ മാഷേ? കേരള രാഷ്ട്രീയത്തിൽ നല്ല പിടിപ്പുള്ള ആളാണ്. എനിക്കൊരു ജോലിക്കാരായിട്ട് വന്നതാണ്. എന്ത് ജോലി? ഒരു എഡേ സ്കൂളിൽ അധ്യാപകനായിട്ട്. അധ്യാപനായിട്ടോ? ചെലവ് ചെയ്യണം കേട്ടോ മാഷേ. പിന്നെന്താ, രണ്ടാൾക്കും ശിവനത്തിൽ നിന്ന് മസാല ദോശയും ചായ വാങ്ങിച്ചത്. മാഷിന്റെ ആഗ്രഹം പോലെ തന്നെ അധ്യാപനായിട്ട് തന്നെ ജോലി കിട്ടില്ലോ. എവിടെയാണ് മാഷ ജോലി? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. കുറച്ച് പണച്ചെലവുണ്ട്, അതിനുള്ള വഴികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മാസം 10-ാം തീയതി പോകണം. ഉണ്ണി, പിന്നെ ലക്ഷ്മിയുടെ കല്യാണക്കാരി എന്തായി? ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാ മാഷേ. അച്ഛൻ അതിനുള്ള പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. നടക്കട്ടെ ഉണ്ണി, ഇനി നമുക്ക് ജനറൽ നോളജ് പഠിക്കാം. എന്നാ സുധി. ഓ, ടെസ്റ്റ് എടുക്കാറായി. ആ കയറി വാ. എനിക്ക് ശങ്കരേട്ടൻ്റെ കാര്യം ഞാൻ പ്രത്യേക ഹെഡ് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. 5 ലക്ഷം രൂപയും സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. വളരെ ഉപകാരം സാർ. ഓ, ശങ്കരേട്ടൻ എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ലക്ഷ്മിയുടെ വിവാഹത്തിന് എന്നെയും ക്ഷണിക്കണം, ഞാനും ഉണ്ടാവും. ശരി, എന്നാൽ കാണാം ശങ്കരേട്ടാ. ശരി സാർ. ഓക്കെ. ഉണ്ണി, എനിക്ക് അത്യാവശ്യമായി എറണാകുളം വരെയും പോകേണ്ടതായിട്ടുണ്ട്. നീ ഈ പണം വീട്ടിലെത്തിക്കണം. ശരി. ഉണ്ണി, ആ പോയ കാര്യം എന്തായി? പൈസ കിട്ടി സുധി. ശങ്കരൻ്റെ അടുത്ത് അച്ഛനങ്ങ് എറണാകുളത്ത് പോയേക്കുവാ. നീ ഒറ്റയ്ക്ക് വേണ്ട, ഞാൻ ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോത്തരാം. ശരി സുധി.
ബാഗ് ഇവിടെ. അയ്യോ, ഞാൻ ബാഗ് എടുത്തില്ല. എടാ ലക്ഷ്മിയുടെ കല്യാണം നടന്നുള്ള കാശ. നീ എന്നെ നോക്കണ്ട, വേഗം ചെല്ലു. ഉണ്ണിച്ചേട്ടാ വേഗം ബാഗ് നോക്കൂ. സുധിച്ചേട്ടാ ഞാൻ കൊണ്ടുപോകണം. ദൈവമേ, എന്താണ് ഈ കേൾക്കുന്നത്? 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ മോളുടെ വിവാഹം മുടങ്ങുമല്ലോ. എന്തൊരു ഉത്തരവാദിത്തമില്ല വേണം നീ കാണിച്ചത്. ഒരു കാശ് കൊണ്ടുപോവാ. കുട്ടികൾ നീ വീട്ടിലേക്ക് വരണ്ട, എവിടെയെങ്കിലും പോയി ചാടും. അവൻ പോയിട്ട് വരട്ടെ മോളെ. ഇവിടെ ഇരിക്കെ, ഞാൻ പോയി ബില്ലടച്ച് പോരാം, എന്നിട്ട് പോവാം. സുധി, സുധി, എന്താ പോട്ടെ? നമ്മുടെ ഉണ്ണി ഉണ്ണി നമ്മുടെ ഉണ്ണി ആത്മഹത്യ ചെയ്തു. നമ്മുടെ ഉണ്ണി ആത്മഹത്യ ചെയ്തു. നമ്മുടെ ഉണ്ണി ആത്മഹത്യ ചെയ്തു. എനിക്ക് പോണ സുധി. ഞാൻ കൊണ്ടുവിടാം മാഷേ. എന്താ സുധി ഇവിടെ? നമുക്ക് അല്പദൂരം നടക്കാം മാഷേ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് മാഷേ. ഇവിടെ വച്ചാണ് നമ്മുടെ ഉണ്ണിക്ക് അപകടം ഉണ്ടായത് 7 വർഷങ്ങൾക്ക് മുൻപ്. നമുക്ക് പോകാം സുധി. പോകാം മാഷേ. മാഷേ, ഇനി എന്നാ മാഷെ ഒന്ന് കാണുക? നാട്ടിലേക്കൊരു മടക്കം ഉണ്ടാകുമോ? വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം സുധി. വിധി കാണാം മാഷേ. മാഷേ, ശ്രദ്ധിക്കുന്നതാ. മാഷ് സാധാരണയായി ഷർട്ട് ഫുൾ സ്ലീവ് ധരിക്കാറില്ലല്ലോ. എന്ത് പറ്റി മാഷേ ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം? അത് പിന്നെ കാസർഗോഡ് അധ്യാപകനായി ജോലി കിട്ടിയാൽ പിന്നീടൊരു മാറ്റം. കാസർഗോഡ് അധ്യാപകനായി ജോലി കിട്ടിയപ്പോഴുള്ള മാറ്റം, അല്ലാതെ ഉണ്ണി മരിച്ച ദിവസം നിങ്ങളുടെ കയ്യിലേറ്റ മുറിവ് മറയ്ക്കാനുള്ള മാറ്റമല്ല. ഉണ്ണിയുടെ മരണം ഒരാത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ്. അവൻ്റെ ജീവന്റെ വിലയാണ് പക്ഷേ നിങ്ങളുടെ ഈ അധ്യാപക വേഷം. അപ്പോൾ മാഷ് പറഞ്ഞതുപോലെ വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ഉണ്ണി ബാഗ്, ബാഗ്, ഉണ്ണി ബാഗ്, ബാഗ്. ദിനേന്ദ്ര, ഇത് അവസാന അവസരമാണ്. കാസർഗോഡ് എയ്ഡ് സ്കൂളിലാണ്. 5 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. ഇക്കാലത്ത് അത് വലിയ തുകയല്ലല്ലോ. എത്രയും പെട്ടെന്ന് പണം റെഡിയാക്കുക.
മാഷെന്താ ചന്ദ്രമാമേ? ഇന്ന് 10-ാം തീയതിയല്ലേ? ഇനിയും പോയല്ലോ. ഞാനും ഇറങ്ങും. അപ്പൊ പണം മാഷിന് പൈസ റെഡിയായോ? കാശ് കയ്യിലുണ്ടായിരുന്നല്ലോ. അപ്പൊ പൈസ റെഡിയായില്ലെന്നാണല്ലോ മാഷ് പറഞ്ഞത്. ആ മാഷേ, ഇന്നല്ലേ മാഷെ ജോലിക്ക് പോകേണ്ടത്? അത് നടക്കില്ല ഉണ്ണി. എന്തു പറ്റി? പൈസ റെഡിയായില്ല. പെങ്ങൾ സ്വർണം പണയം വെച്ച് പൈസ തരാമെന്നാണ് ഏറ്റിരുന്നത്. അവസാനം അളിയനും അവളും കാലു മാറി. സാരമില്ല, ഇനിയും അവസരങ്ങൾ വരും. പിന്നെ നിന്റെ ലോൺ എന്തായി? പണം കിട്ടി മാഷേ. അച്ഛൻ എറണാകുളത്ത് പോയി. പണം വേഗം വീട്ടിലെത്തിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ നീ പോയി. വേഗം വീട്ടിലേക്കല്ലേ? ഞാൻ വായനശാല വരെ പോയിട്ട് വരാം. ശരി ശരി, ഓക്കെ മാഷേ. മാഷേ നിക്ക്, മാഷേ മാഷേ നിക്ക് നിക്ക്, മാഷേ നിക്ക് നിക്ക്, മാഷേ മാഷിന്റെ പൈസ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. അല്ല ഉണ്ണി, ഇത് വേറെ അറേഞ്ച് ചെയ്താ. ഈ പണം എവിടെ നിന്ന് കിട്ടി മാഷേ? അത് ഞാൻ മാഷേ, അറേഞ്ച് ചെയ്താ. മാഷേ. വിട് ഉണ്ണി. ആ, ആ. മാഷേ, ഉണ്ണി അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതെന്നെ പറ്റി പക്ഷേ? വീണതാ. ഇത് ഒത്തിരി മുറിഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ അടുത്ത് കുഴപ്പമില്ല. ഡ്രസ് ഇട്ട് വരാം. വേണ്ട. ബാബാ കേറ് മാഷേ. എന്ത് കൈ താങ്ങല്ലേ മാഷേ? സൂക്ഷിച്ചു. ഇവിടെ ഇരിക്കും. ഞാൻ പോയി ബില്ലടച്ചിട്ട് വരാം. എന്നിട്ട് പോവാം. ആ ബെന്നിയോ? കഴിക്കാനാ പറ്റി? ഒന്ന് വീണത ബെന്നി. ആ, നല്ല പരിക്കുണ്ടല്ലേ? ആ, മാഷിന്റെ കൈക്കും നല്ല പരിക്കുണ്ടല്ലേ? മാഷിനോ? ആ, പുള്ളി അവിടുന്ന് കടമ്പിടുത്തം പിടിച്ച് പോകുന്ന കണ്ടു. മാഷിന് തെറ്റി. അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലേ വീണത്? ആ മാഷേ, സൂക്ഷിച്ച്. ആ പെട്ടിങ് ഉണ്ട്. ആ പയ്യെ. ചേട്ടാ, ട്രെയിൻ പോയോ? ട്രെയിൻ ഇന്ന് ലേറ്റാണ്. ഒലിപ്പുരം ലെവർ ക്രോസിനടുത്ത് എന്തൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. അവിടെ ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചു. മാഷേ നിക്ക്, മാഷേ മാഷേ നിക്ക്. മാഷിന്റെ പൈസ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. അല്ല ഉണ്ണി, ഇത് വേറെ അറേഞ്ച് ചെയ്താ. ഈ പണം എവിടെ നിന്ന് കിട്ടി മാഷേ? അത് ഞാൻ അറേഞ്ച് മാഷേ, ചെയ്താ. മാഷേ. വിട് ഉണ്ണി. ആ, ആ. ഒലിപ്പുറം ലെവൽ ക്രോസിൽ ഇപ്പൊ എത്രാമത്തെ സംഭവമാണ്? നാട്ടുകാരെ നമ്മളെ ഈ പോലീസ് തടഞ്ഞു. അത് അവരുടെ നടപടിക്രമങ്ങളുടെ ഭാഗമല്ലേ? അതേ എസ് വരുന്നുണ്ട്.
എന്താണ് സംഭവിച്ചത്? ലെവൽ ക്രോസിനടുത്താണ് സാർ. ആത്മഹത്യയാണെന്ന് തോന്നുന്നു. ആളെ തിരിച്ചറിഞ്ഞു? ഇല്ല സാർ, ബോഡിയിൽ നിന്നൊരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്. സാർ, വേണ്ടപ്പെട്ട ആരും ആണെന്ന് മനസ്സിലായി സാർ. നമുക്ക് നമ്മുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണ്ടേ സാർ? നമുക്ക് ബോഡി കിടക്കുന്നിടത്തേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. ഡ്യൂട്ടി ചെയ്യണം. സാറേ, ആ വിനീന്ദ്രൻ മാഷിൻ്റെ കാര്യം വലിയ കഷ്ടമായിപ്പോയി അല്ലേ? സാറേ, അതാ വിനീന്ദ്രൻ മാഷിൻ്റെ കത്താ. എന്തായിരിക്കും മാഷ് എന്നോട് പറയാൻ ബാക്കി വെച്ചത്?